നമസ്കാരം. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിൽ സമഗ്രമായ അന്വേഷണത്തിന് സർക്കാർ. മുൻ ഹൈക്കോടതി ജഡ്ജി CN രാമചന്ദ്രൻ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം രൂപം നൽകി. നിലവിൽ നടക്കുന്ന പോലീസ് അന്വേഷണത്തിനും വകുപ്പുതല പരിശോധനകൾക്കും പുറമെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. അത്യന്തം ഗൌരവമുള്ളതും വിശദമായ പരിശോധന നടത്തി നടപടി സ്വീകരിക്കേണ്ടതുമായ സംഭവമാണ് കണ്ണൂരിൽ ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. ജയിൽ ചാട്ടത്തിന് ഗോവിന്ദച്ചാമിക്ക് മറ്റുള്ളവരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണ്. ഗോവിന്ദച്ചാമിയെ വിയൂരിലെ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ണൂർ ജയിലിലെ വലിയ വീഴ്ചയിൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ ഉചിതമോ? തിരുത്തലാണോ മുഖം രക്ഷിക്കലാണോ സർക്കാർ ലക്ഷ്യം? പരിശോധിക്കാം. സ്വാഗതം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ, ശ്രീ വസന്ത് തെങ്ങമ്പള്ളി, കോൺഗ്രസ് പ്രതിനിധി, ശ്രീ സക്കറിയ ജോർജ്, റിട്ടയർഡ് SP എന്നിവരാണ് ചേരുന്നത്. ആദ്യം വസന്തിലേക്ക്. വസന്ത്, നമുക്കറിയാം അതിഗുരുതരമായ വീഴ്ച ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടാനായി. എങ്കിലും ഈ വീഴ്ച എന്നത് വീഴ്ച തന്നെയാണ്. അവിടെ നിന്ന് സർക്കാർ ചില തിരുത്തൽ നടപടികൾ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു 2 അംഗ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു. സമഗ്ര അന്വേഷണം ഉണ്ടാകും. മാത്രവുമല്ല, മറ്റു ചില അടിയന്തര നടപടികൾ സ്വീകരിക്കാനുള്ള തീരുമാനവും മുഖ്യമന്ത്രി ഇന്ന് വിളിച്ച അടിയന്തര യോഗത്തിൽ ഉണ്ടായിരിക്കുകയാണ്. ഒരു വീഴ്ചയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയല്ലേ സർക്കാർ സ്വീകരിക്കുന്നത്? ഒരു വീഴ്ചയിൽ സർക്കാരിന് ചെയ്യാൻ സാധിക്കുന്നത് ഇത് മാത്രമാണോ എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഒന്ന്, കേരളത്തിന്റെ ജയിൽ സംവിധാനങ്ങൾക്കുള്ളിൽ കഴിയുന്നതിൽ ഏറ്റവും കൊടൂര കുറ്റവാളികളിൽ 1 മുതൽ 10 വരെ എടുത്താൽ അതിൽ ഒരാളായാണ് ഗോവിന്ദച്ചാമിയെ കേരളത്തിന്റെ പൊതു മനസാക്ഷി കാണുന്നത്. നമ്മൾ എല്ലാവരും കാണുന്നത് അങ്ങനെയാണ്, വിവക്ഷിക്കുകയും ചെയ്യുന്നത്. നോക്കൂ, അത്തരത്തിൽ ഒരാൾക്ക് പുലർച്ചെ 1:30 മാസങ്ങളുടെ പ്ലാനും പദ്ധതിയും തയ്യാറാക്കി കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിൽ സംവിധാനമായ കണ്ണൂരിൽ നിന്ന് ഒറ്റക്കയ്യൻ ഞാൻ പറയുന്നത്, കൈയുടെ ഒരു കൈക്ക് കൈപ്പത്തിയില്ല എന്ന് പറയുമ്പോൾ ആ കൈക്ക് ശേഷിയില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആ കൈക്ക് ശേഷിയില്ലാത്ത ആൾക്ക് 7 മീറ്റർ പൊക്കമുള്ള, ഇലക്ട്രിക് ഫെൻസിംഗ് ഉള്ള, CCTV സർവലൻസ് ഉള്ള, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിലിനുള്ളിൽ നിന്ന് നിസാരമായി പുറത്തു കടക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഏത് സംവിധാനമാണ് അയാളെ സഹായിച്ചത് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മളും അയാളും അല്ലെങ്കിൽ സർക്കാരിന്റെ വക്താക്കളും ഒക്കെ പറയുന്നത് പോലെ അയാൾ ജയിലിൽ ചാടിക്കടന്നു തന്നെയാണോ പുറത്തേക്ക് പോയത്? ഇനി അങ്ങനെയാണെങ്കിൽ അയാൾ ഒറ്റയ്ക്കാണോ ജയിലിൽ ചാടിക്കടന്നത് തുടങ്ങിയ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ രേണു, ഈ ഗോവിന്ദച്ചാമിയെ ദയവ് ചെയ്ത് അദ്ദേഹത്തിന് പരോൾ കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമാണല്ലോ അദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹത്തെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് വരുന്ന ഒളിമ്പിക്സിൽ ചാട്ട മത്സരത്തിന് പറഞ്ഞു വിടണം. നോക്കൂ, ഒരു കൈക്ക് ശേഷിയില്ലാതെ 7 മീറ്റർ പൊക്കമുള്ള ജയിലിന്റെ മതിൽ ചാടിക്കടക്കാൻ അയാൾക്ക് സാധിച്ചെങ്കിൽ അയാൾ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ മത്സരിച്ച് സ്വർണം കൊണ്ടുവരട്ടെ. ആരെ വിശ്വസിക്കാനാണ് ഈ ഇല്ലക്കഥ? ആരെ വിശ്വസിപ്പിക്കാനാണ് ഈ പൊറാട്ട് നാടകം കളിക്കുന്നത്? നോക്കൂ, കണ്ണൂർ ജയിലുമായി ബന്ധപ്പെട്ട് വിവിധ ആരോപണങ്ങൾ കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷം എത്രയോ കാലമായി ഉയർത്തുന്നു. കണ്ണൂർ ജയില് എന്ന് പറഞ്ഞത് CPM-ന്റെ ഒരു LC പോലെയാണ്. അവരുടെ ഒരു ലോക്കൽ കമ്മിറ്റി പോലെയാണ്. അവിടെ സെക്രട്ടറി ഉണ്ട്, അസിസ്റ്റന്റ് സെക്രട്ടറി ഉണ്ട്, LC മെമ്പർമാരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബ്ലോക്കുകളിൽ ഉണ്ട് പാർട്ടി ഓഫീസായാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം അല്ലതേ. അവിടെ ആ ജയിലിൽ കടന്നവർ ഇറങ്ങി വന്നിട്ട് പറയുന്നതാണ്. അവിടെ ജയിൽ വാർഡിനേക്കാൾ വില ആ LC ഓഫീസിന്റെ സെക്രട്ടറി ആയിട്ടുള്ള കൊടി സുനിക്കും കിർമാണി മനോജും അടക്കമുള്ളവർക്കാണ്. പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തിട്ട്, അതായത് കൊലപാതകമാണ് കേട്ടോ, പാർട്ടിക്ക് വേണ്ടി പാർട്ടി ഓഫീസ് പണിയൊന്നുമില്ല, CPM-ന് വേണ്ടി പണിയെടുത്തിട്ട് കൊലപാതകങ്ങൾ ചെയ്തിട്ട് അവിടെ വരുന്നവർക്ക് സുഖ സൗകര്യങ്ങൾ, അവർക്ക് ഫോൺ അവൈലബിൾ ആക്കുന്നു, അവർക്ക് സഹധർമ്മിണിമാരെ കാണാൻ അവരുടെ കൂടെ ശയിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു, അവർക്ക്. ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. താങ്കൾ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ തടവുകാരുടെ കാര്യങ്ങളിൽ ഇത്തരം വീഴ്ചകൾ മുൻപ് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ വാർത്തയാക്കിയിട്ടുണ്ട്, ചർച്ചയാക്കിയിട്ടും ഒക്കെ ഉണ്ട്. അതിൽ ചില സ്ഥാപിത താല്പര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഉണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷെ നോക്കൂ, ഇതുപോലൊരു കൊടും കുറ്റവാളി ജയിൽ ചാടി പോകാൻ സാഹചര്യം സൃഷ്ടിക്കുന്നത് വഴി ഈ രാഷ്ട്രീയ പാർട്ടിക്കോ സർക്കാരിനോ എന്തെങ്കിലും തരത്തിലുള്ള നേട്ടമുണ്ടോ? അങ്ങനെ ഒരു വാർത്ത, അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ച് സ്വയം പഴി കേൾക്കാൻ ആരെങ്കിലും നിന്നു കൊടുക്കുമോ? ഇനി രേണു അതിന്റെ ഉത്തരം പറയാം. അതിനു മുമ്പ് രേണു ആദ്യം പറഞ്ഞല്ലോ, ഒരു അവ്യക്തമായി ചില രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ വേറെ ഏത് ഗുണ്ടയ്ക്കാതെ അവിടെ ഇത്രയും സൗകര്യം കിട്ടുന്നത്? കോൺഗ്രസിന്റെ ഏതെങ്കിലും രാഷ്ട്രീയ തടവുകാർക്ക് ഇത്ര സൗകര്യം കിട്ടുന്നുണ്ടോ? കോൺഗ്രസിന്റെ DCC ഓഫീസ് ആയിട്ടാണോ കണ്ണൂർ സെൻട്രൽ ജയിൽ അറിയപ്പെടുന്നത്? അല്ലല്ലോ.
CPM-ന്റെ തടവുകാർ, CPM-ന്റെ കൊലയാളികൾ, CPM-ന് വേണ്ടി ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് താല്പര്യങ്ങൾ ഉണ്ടാകുമല്ലോ. നിങ്ങൾ ചില രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഭാഗമായ ആളുകളെ പിന്തുണയ്ക്കുന്നത് നിങ്ങളുടെ നേതാക്കൾ തന്നെ പിന്തുണയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ അത്തരക്കാർ ജയിലിലാണെങ്കിൽ ചില ഇതുപോലെ പറ്റുന്ന സേവനങ്ങളൊക്കെ ചെയ്യുമായിരിക്കും. ഞാൻ അതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങനെ ചില താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ജയിലിൽ സഹായം എത്തിച്ചോ അവരെ പുറത്തിറക്കിയെന്നോ പറഞ്ഞാൽ നമുക്ക് അതിനൊരു ലോജിക്കുണ്ട്. ഇപ്പോൾ ഇങ്ങനെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിഷയമാണല്ലോ ഇപ്പോൾ ഇത്. അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കി സൃഷ്ടിച്ച് സർക്കാർ തന്നെ മുൻകൈയെടുത്ത് അല്ലെങ്കിൽ ആരുടെയെങ്കിലും സഹായത്തോടെ സൃഷ്ടിക്കേണ്ട കാര്യം എന്താണ് എന്നതാണ് ഞാൻ ചോദിച്ചത്. അതിലെ ലോജിക്ക് എന്താണെന്ന്. ഞാന് 1, 2, 3, 4 അങ്ങനെ ഒരു ഡസൻ കേസുകൾ പറഞ്ഞുതരാം. CPM-ന്റെ രാഷ്ട്രീയ തടവുകാർക്ക് വിവിധ ജയിലുകളിൽ കിട്ടുന്ന സുഖ സൗകര്യങ്ങളെ പറ്റി. കോൺഗ്രസിന്റെ, BJP-യുടെ ഒരു രാഷ്ട്രീയ BJP എന്ന് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പ്രതിപക്ഷ കക്ഷിയായുണ്ട ഒരു രാഷ്ട്രീയ തടവുകാരന് കിട്ടിയ സുഖ സൗകര്യങ്ങളെ പറ്റിയുള്ള ഒരു വാർത്ത അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇല്ല. ഞങ്ങൾ ഭരിച്ചപ്പോഴുണ്ടോ? ഇല്ല. അപ്പൊ ഇത് CPM-ന്റെ കുത്തകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെ ചോദ്യം, അതിൽ നിന്ന് ഞാൻ എസ്കേപ്പ് ചെയ്യില്ല. നോക്കൂ, ഞാൻ പറഞ്ഞത് സർക്കാർ നേരിട്ടോ സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടി നേരിട്ടോ എന്നല്ല. ആ പാർട്ടിയെ പോലും ഭയപ്പെടുത്തുന്നവർ, ആ പാർട്ടിയെ പോലും നിയന്ത്രിക്കുന്നവർ, അവരാരെങ്കിലും വാ തുറന്നു പോയാൽ ഈ പാർട്ടിയുടെ അന്തസ്സങ്ങ് കുത്തനെ താഴോട്ട് പോകും എന്ന കണക്ക് പാർട്ടി രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന പാർട്ടിയുടെ ഗുണ്ടകൾ, കൊലയാളികൾ ആ ജയിലിലുണ്ട്. അപ്പോ ആ ജയിലിലുള്ളവർ ഇവരെ സഹായിച്ചാൽ, അങ്ങനെയുള്ള പാർട്ടി ഗുണ്ടകൾ, പാർട്ടി കൊലയാളികൾ, ഞാൻ നേരത്തെ പറഞ്ഞ CPM-ന്റെ LC ഓഫീസായി പ്രവർത്തിക്കുന്ന ആ LC-യുടെ സെക്രട്ടറിമാർ, ജോയിന്റ് സെക്രട്ടറിമാർ, LC അംഗങ്ങൾ, അവർക്ക് ചില ലാഭങ്ങൾ കാണും. അവർക്ക് എന്ത് ലാഭം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് സമഗ്രമായ അന്വേഷണം ഉണ്ടാവണം. ജയിൽ വാർഡനും സൂപ്രണ്ടിനുമെതിരെ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നത് കാണേണ്ടിയിരിക്കുന്നു. ഉടനടി ത്വരിതഗതിയിലുള്ള അന്വേഷണം നടത്തി ഈ വിഷയത്തിൽ ആക്ഷൻ എടുത്തില്ലെങ്കിൽ അത് കേരളത്തിന്റെ പൊതുമനസാക്ഷിയുടെ മുമ്പിൽ സർക്കാരിനെ ജയിലറയ്ക്കുള്ളിൽ നിർത്തുന്നതിന് തുല്യമായിരിക്കും. ഇനി ഒരു കാര്യം കൂടി, അങ്ങയുടെ ഇൻട്രോയിലും എന്നോടുള്ള ചോദ്യത്തിലും പറഞ്ഞു, 6 മണിക്കൂറിനുള്ളിൽ ഈ കൊടും കുറ്റവാളിയെ പിടിക്കാൻ സാധിച്ചു. ആരാ പിടിച്ച? പോലീസാണോ പിടിച്ചത്? പോലീസിന്റെ ആദ്യത്തെ ഭാഷ്യം എന്തായിരുന്നു? ആദ്യഘട്ടത്തിൽ പോലീസ് പറഞ്ഞത് അയാൾ സംസ്ഥാനം വിട്ടിട്ടുണ്ടാകും എന്നുള്ളതാണ്. അതായിരുന്നു സംസ്ഥാനത്തെ ഇന്റലിജൻസ് പറഞ്ഞത്. ആണോ? അയാൾ സംസ്ഥാനം വിട്ടു? ജില്ല പോലും വിട്ടില്ലല്ലോ. അവിടുത്തെ നാട്ടുകാർ, പൊതുപ്രവർത്തകർ, ഞങ്ങളുടെ സഹപ്രവർത്തകൻ ശ്രീ റിജിൽ ചന്ദ്രൻ മാക്കുറ്റി അടക്കമുള്ളവർ, അവരടക്കമുള്ളവർ വലിയ സമഗ്രമായ, വലിയ ജാഗരൂകരായി, ജാഗ്രതയോടുകൂടി ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇയാളെ കിട്ടിയത്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പോലീസിന്റെ ഏത് പെട്രോളിങ്ങിലാണ് ഇയാളെ പിടിച്ചത്? അപ്പൊ അങ്ങനെ എല്ലാ പൊന്തൂവിലും കൂടി പോലീസിന് ഒരു പൊന്തൂവിൽ കിട്ടാൻ വേണ്ടി ഒരു ദിവസം രാവിലെ ഇറക്കി വിട്ടിട്ട് ഇവർ ഓടിച്ചിട്ട് പിടിച്ചതാണ് എന്നുള്ള കണക്കിന്, ഞങ്ങളുടെ മോക്ക് ഡ്രില്ലായിരുന്നു എന്നുള്ള കണക്കിനൊന്നും പറയരുത്. ഇത് പോലീസിന്റെ ഇന്റലിജൻസ് വീഴ്ചയാണ്, പോലീസ് സംവിധാനത്തിന്റെ വീഴ്ചയാണ്, അതിനുള്ളിലുള്ള ജയിൽ സൂപ്രണ്ടിന്റെ അടക്കമുള്ള വീഴ്ചയാണ്. ആ വീഴ്ചയ്ക്ക് സഹായം ചെയ്ത് കൊടുത്തത് ആരാണ് എന്നതാണ് എനിക്ക് കണ്ടുപിടിക്കുന്നത്. തീർച്ചയായും വസന്ത്, ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ 2 തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ ഓൾറെഡി നടക്കുന്നുണ്ട്. വകുപ്പ് തല അന്വേഷണം നടക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ സർക്കാർ ഒരു അന്വേഷണം കൂടി, പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം കൂടി നടത്തുന്നത്. അപ്പോൾ ത്രിതല അന്വേഷണം ഈ വിഷയത്തിലായി കഴിഞ്ഞു. താങ്കൾ സൂചിപ്പിച്ചതുപോലെ എല്ലാ വിധത്തിലും ആരെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, അത് തടവുകാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ, ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ, പുറമേ നിന്ന് ആരിൽ നിന്നെങ്കിലും ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ എല്ലാ വശങ്ങളും പരിശോധിക്കാനാണല്ലോ ഈ അന്വേഷണങ്ങളൊക്കെ. അപ്പോൾ ഇന്നൊരു സമഗ്ര അന്വേഷണം കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുകയാണ്. മാത്രവുമല്ല, ഈ പല അപര്യാപ്തതകൾ ആ ജയിലിൽ ഉണ്ടായിരുന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫെൻസിംഗ് പ്രവർത്തനക്ഷമമായിരുന്നില്ല, CCTV-കൾ പര്യാപ്തമായിരുന്നില്ല, ചിലതൊക്കെ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെയുള്ള അപര്യാപ്തതകൾ എന്താണ് എന്നത് കണ്ട് മനസ്സിലാക്കി ഉടനടി നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശങ്ങളും ഇന്ന് പോയി കഴിഞ്ഞു. ഞാൻ പറഞ്ഞത്, ഒരു സിസ്റ്റത്തിൽ ഒരു വീഴ്ച സംഭവിച്ചാൽ ഏറ്റവും അടുത്ത നടപടി എന്ന് പറയുന്നത് അത് തിരുത്താനുള്ള നടപടികൾ എടുക്കുക എന്നതാണ്. അങ്ങനെ ഇന്നലെയും ഇന്നുമായി സ്വീകരിച്ചിട്ടുള്ള നടപടികൾ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? ആ നിലയ്ക്ക് സ്വാഗതം ചെയ്യുന്നുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. അല്ല, അത് സർക്കാരിന്റെ മുഖം രക്ഷിക്കാനും തടി തപ്പാനുള്ള അവസരമാണ്. അങ്ങ് അപര്യാപ്തത എന്ന് പറഞ്ഞതിനെ ലഘൂകരിക്കരുത്, സിംപ്ലിഫൈ ചെയ്യരുത്. അപര്യാപ്തത എന്ന് പറയുന്നത് അറിയാതെ വന്നു പോകുന്ന ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ചെയ്യാൻ പറ്റാതെ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ അപര്യാപ്തത എന്ന് പറയുന്നത്. കുറവുകൾ എന്നാണ് അതിന്റെ അർത്ഥം. ഇത് അപര്യാപ്തതയില്ല, ഇത് കൃത്യമായ വീഴ്ചയാണ്, ഇന്റലിജൻസ് വീഴ്ചയാണ്, ഇന്റലിജൻസ് തകർച്ചയാണ്. നോക്കൂ, കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെ ഒരു ജയിലിൽ CCTV പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതിപ്പോഴാണോ റിപ്പോർട്ട് ചെയ്യേണ്ടത്? കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനലുകൾ, ഗുണ്ടകൾ, കൊലയാളികൾ, പെണ്ണുപിടുത്തക്കാർ,
റേപ്പിസ്റ്റുകൾ അവർ കിടക്കുന്ന ഒരു ജയിലിൽ ഫെൻസിങ് വർക്ക് ആവുന്നില്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഗോവിന്ദച്ചാമി ചാടിയിട്ടാണോ? അങ്ങനെയാണെങ്കിൽ സർക്കാർ ഒരു കാര്യം ചെയ്യണം കേട്ടോ. അടുത്ത ദിവസം സർക്കാരിന്റെ വാർഷികം നടക്കുമ്പോൾ ഈ ഈ അറ്റകുറ്റങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച, ഈ പ്രശ്നങ്ങളെല്ലാം സർക്കാരിന്റെ മുമ്പിലേക്ക് എത്തിച്ച ഗോവിന്ദച്ചാമിക്ക് ആദരം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആദരിച്ച് പൂമാലയിട്ട് സ്വീകരിക്കണം. സർക്കാർ അയാൾക്കൊരു അവാർഡ് കൂടി എന്തെങ്കിലും ഒരു ആരുടെങ്കിലും ഒരു പേരിൽ, ഇപ്പൊ സഖാവ് വി എസ് മരിച്ചല്ലോ, വി എസിന്റെയോ മറ്റേ ഏതെങ്കിലും ഒരു നേതാവിന്റെ പേരിൽ ഒരു അവാർഡ് കൂടി ഗോവിന്ദച്ചാമിക്ക് സർക്കാർ കൊടുക്കാൻ തയ്യാറാവണം. ഏത് ഈ അപര്യാപ്തതകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി, സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഒറ്റയാൾ സമരം നയിച്ച് ജയിൽ ചാടി അതിന്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ച ഗോവിന്ദച്ചാമിക്ക് നോക്കൂ, വളരെ കൃത്യമായ വീഴ്ച, ഇന്റലിജൻസ് അടക്കമുള്ള പോലീസ് സംവിധാനത്തിലെ സമ്പൂർണമായ വീഴ്ച ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങനെ ചോദ്യം, ഇത് തിരുത്തൽ ഏതാണ് ത്രിതല അന്വേഷണത്തിലൂടെ തിരുത്തപ്പെടുമോ എന്ന് ചോദിച്ചാൽ, രേണു അങ്ങ് തന്നെ ഒരു വാക്കുപയോഗിച്ചു, സിസ്റ്റം. ആ സിസ്റ്റത്തിന്റെ പരാജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യ വകുപ്പ് മന്ത്രി മേടിച്ചു വെച്ചിരിക്കുന്ന 1 ഡസൻ റിപ്പോർട്ടുകൾ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മേടിച്ചിരിക്കുന്ന ഒരു ഡസൻ റിപ്പോർട്ടുകൾ, വനം മന്ത്രി മേടിച്ചു വെച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ, ഈ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്ന പേപ്പറുകൾ തൂക്കി വിറ്റാൽ, ആക്രി വിലയ്ക്ക് വിറ്റാൽ തൽക്കാലം സർക്കാരിന്റെ ധനകാര്യ പ്രതിസന്ധി, അതിന് മാത്രമുള്ള റിപ്പോർട്ടുകൾ, അതിന് മാത്രമുള്ള സമഗ്രാന്വേഷണം, ത്വരിതഗതിയിലുള്ള അന്വേഷണം, ആക്റ്റീവ് ആക്ഷൻ കൗൺസിൽ തുടങ്ങി സർക്കാർ കോമൻ പേരിട്ട് വിളിക്കുന്ന റിപ്പോർട്ട് സമിതികളുടെ റിപ്പോർട്ടുകൾ ആക്രി വിലയ്ക്ക് വിറ്റാൽ സർക്കാരിന്റെ തൽക്കാലത്തേക്കുള്ള സാമ്പത്തിക പ്രതിസന്ധി തീരും. അതിന് മാത്രം റിപ്പോർട്ടുകൾ സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സർക്കാർ പ്രഖ്യാപിക്കുന്ന അന്വേഷണത്തിൽ റിപ്പോർട്ടിൽ നമുക്ക് യാതൊരു വിശ്വാസമില്ല. ശരി, അന്വേഷണത്തിൽ വിശ്വാസമില്ല, മുഖം രക്ഷിക്കൽ നടപടികൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നതാണ് വസന്ത് തെങ്ങമ്പള്ളി കോൺഗ്രസ് പ്രതിനിധി പറയുന്നത്. ശ്രീ സക്കറിയ ജോർജ്, ഇവിടെ ഇപ്പോൾ പ്രതികൾ ജയിലിൽ ചാടുന്നത് ആദ്യമല്ല. ഇതിപ്പോൾ സുരക്ഷ ഉള്ള ഒരു ജയിലായിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെ ഒരു ജയിൽ. അവിടെ നിന്ന് ഏറ്റവും ക്രിമിനലായിട്ടുള്ള, കേരളത്തെ തന്നെ ഞെട്ടിച്ച കേസിലെ പ്രതി ജയിലിൽ ചാടുന്ന ഒരു സംഭവമുണ്ടായി. വലിയ വീഴ്ച സംഭവിച്ചു. അതിലിപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന അന്വേഷണങ്ങൾ, ഏറ്റവും അടിയന്തരമായി സ്വീകരിക്കാൻ പറഞ്ഞിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ, അത് ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് സൂചിപ്പിക്കാം. ഓരോ സ്ഥലത്തും 5 വർഷം പൂർത്തിയായ ഉദ്യോഗസ്ഥരെ മാറ്റാനുള്ളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. വൈദ്യുതി ഫെൻസിംഗ് പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കണമെന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. സൂക്ഷ്മതലത്തിൽ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഇന്റലിജൻസ് CCTV 4 പ്രധാന ജയിലുകളിൽ സ്ഥാപിക്കാനുള്ള തീരുമാനം അടിയന്തരമായി നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനമുണ്ട്, അത് ശക്തിപ്പെടുത്താനുള്ള നടപടികൾ ജയിലിനകത്ത് സ്വീകരിക്കും. ജയിലിനകത്ത് തടവുകാർക്ക് ലഭ്യമാകുന്ന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. താങ്ങാനാവുന്നതിൽ കൂടുതൽ തടവുകാർ ജയിലുകളിലുള്ള സാഹചര്യത്തിൽ പുതിയൊരു സെൻട്രൽ ജയിൽ ആരംഭിക്കാനുള്ള തീരുമാനമുണ്ട്. ഇതിനായി കോട്ടയം, പത്തനംതിട്ട മേഖലകളിൽ സ്ഥലം കണ്ടെത്താൻ ശ്രമിക്കും. ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളാണ് ഇന്ന് ചേർന്ന അടിയന്തര യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ വലിയ വീഴ്ച നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ആ പ്രശ്നം പരിഹരിക്കാനും തിരുത്താനും ഉചിതമായ തീരുമാനങ്ങളാണോ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്? ഒരിക്കലും ആണെന്ന് ഞാൻ പറയില്ല. കാരണം എന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പും ജയിലിൽ ചാടിയിട്ടുണ്ട്, ഇപ്പോഴും ജയിലിൽ ചാടി, ഇനിയും ജയിലിൽ ചാടും. ഇന്നലെ ജയിലുകളിൽ മദ്യവും മയക്കുമരുന്നും അതുപോലെ തന്നെ മൊബൈൽ ഫോണും എല്ലാം ഉണ്ടായിരുന്നു. ഇന്നും ഉണ്ട്, നാളെയുമുണ്ട്. ഇവിടെ പല ജയിൽ DGPമാരും ഒക്കെ പോലീസിൽ നിന്ന് പോയ ഡെപ്യൂട്ടേഷൻ പോയവരൊക്കെ പോയി റിപ്പോർട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം അവർ ലഘൂകരിച്ചിട്ടുണ്ട്. അവർ റിയൽ ടൈം സിറ്റുവേഷൻ അവർ റിപ്പോർട്ട് ചെയ്യുന്നില്ല. കാര്യം അവരിയ്ക്കുന്നിടത്തെല്ലാം ഭംഗിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവലോകനം ചെയ്യാതെ ഒരിക്കലും ഉണ്ടാകില്ല. ഇപ്പം ഒരു ഹൈക്കോടതി ജഡ്ജിയെയും ഒരു മുൻ DGPയെയും, മുൻ ഹൈക്കോടതി ജഡ്ജിയും മുൻ DGPയും വെച്ചതായിട്ട് പറയുന്നു. നമുക്കറിയാം, വളരെ ധീരോജ്വലമായ രീതിയിൽ ജഡ്ജ്മെന്റ് എടുത്ത സുപ്രീം കോടതി ജഡ്ജുണ്ടായിരുന്നു, KM ജോസഫ് സാർ. അദ്ദേഹം ഹെൽത്തിയാണ്. അതുപോലെ ഇപ്പോൾ അതും കഴിഞ്ഞ് ഇറങ്ങിയ CT രവികുമാർ സാറുണ്ട്. നമ്മൾ പോലീസ് പെർഫോമൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി കമ്മീഷൻ വെച്ചപ്പോൾ അതിൻ്റെ ചെയർമാനായിട്ട് വെച്ചത് ജസ്റ്റിസ് മിസ്റ്റർ KT തോമസ് സാറിനെയാണ്. അദ്ദേഹം സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജാണ്. അപ്പോൾ ഈ സുപ്രീം കോടതിയിലെ ജഡ്ജ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇന്ത്യയിലെ ജയിലുകളിലെ പറ്റിയുള്ള എല്ലാ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഫാർസൈറ്റ്നെസ് ഉള്ള ഉന്നത സ്ഥാനത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി
ഇരുന്ന ഒരാളെ എന്തുകൊണ്ട് നിയമിച്ചില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് പൊതുജനങ്ങൾക്കൊക്കെ അതിൻ്റെ അർത്ഥം അറിയാം. അടുത്തത് ഇനി ഒരു DGP-യെ വെച്ചു. അദ്ദേഹം സംശുദ്ധനാണോ എന്നൊരു ക്വസ്റ്റ്യൻ അദ്ദേഹത്തിൻ്റെ കൂടെ പലയിടത്തും ജോലി ചെയ്ത, മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പലയിടത്തും ജോലി ചെയ്ത് ഞാൻ ഉന്നയിക്കുവാണ്. കാര്യം സുപ്രീം കോടതി പ്രകാശ് സിംഗ് കേസിനകത്ത് 2006 പോലീസിനെ ഡീപൊളിറ്റിസൈസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഓർഡർ ഇറങ്ങി. പോലീസിന് ഫിക്സഡ് ടേം വേണമെന്ന് പറഞ്ഞു. ഇദ്ദേഹം റിട്ടയർ ചെയ്ത സന്ധ്യ DGP എല്ലാം കൂടെയാണ് പോലീസ് ആക്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്. ഞാനും അതിനകത്തൊരു തെറ്റ് ചെയ്തു. ഒരു ദിവസം പുള്ളി കോട്ടയം പോലീസ് ക്ലബ്ബിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിൻ്റെ പ്ലഗൊക്കെ കുത്തി കൊടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു സുപ്രീം കോടതി വിധിയെ ശിരസാവഹിച്ച് ചെയ്യുമെന്ന്. ആക്ട് വന്നപ്പോൾ മനസ്സിലായി അതിനകത്ത് ഒരു കഥയുമില്ല. സുപ്രീം കോടതി ഡീപൊളിറ്റിസൈസ് ചെയ്യാൻ പറഞ്ഞതിനെ അദ്ദേഹം റീപൊളിറ്റിസൈസ് ചെയ്തു. ഈ കാര്യങ്ങൾ സത്യമാണെന്ന് കണ്ടുകൊണ്ട് DGP PJ അലക്സാണ്ടർ സാർ വേറൊരു ബുക്ക് അദ്ദേഹം KP ആക്ട് എഴുതിയിരുന്നു. അപ്പോൾ അതിനെന്തെങ്കിലും കോപ്പിയുണ്ട്. അത് ഇപ്പോൾ ഇതിനേക്കാളും എല്ലാ അർത്ഥത്തിലും ഉന്നതിയാണെന്ന് പറയുന്നില്ല, പക്ഷേ ഇതിനേക്കാളും ഭേദമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. 2011 KP ആക്ടിനകത്ത് വേണ്ടുന്ന കാര്യങ്ങളില്ല എന്ന് കണ്ടുകൊണ്ട് ഇന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായ കൃഷ്ണൻകുട്ടിയും എറണാകുളത്തെ കൺസ്യൂമർ ഫോറത്തിനകത്ത് ഇരിക്കുന്ന ഒരു മെമ്പർ, അദ്ദേഹം ഇന്നിപ്പോൾ അത് അതിൻ്റെ ചെയർമാനാണ്, അദ്ദേഹം അഡ്വക്കേറ്റായി, അവർ രണ്ടുപേരും ഹൈക്കോടതിയിൽ ഈ KP ആക്ട് പൂർണ്ണമല്ല എന്നും സുപ്രീം കോടതിയുടെ വിധിയെ ചുവട് പിടിച്ചല്ല വന്നതെന്ന് പറഞ്ഞ് കേസിട്ടിട്ടുണ്ട്. അത് ഇതുവരെ തീർന്നിട്ടില്ല. 2011 ഇതിനെതിരെ അവർ പെറ്റീഷൻ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ഇത്ര വർഷമായിട്ട് ഹൈക്കോടതി അത് സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഈ നിയമമെല്ലാം ഇന്നഡിക്വേറ്റ് ആണ്. ഇന്നഡിക്വേറ്റ് ആയിട്ട് നിയമം എഴുതിയ ഒരാളെ കമ്മിറ്റിയിൽ ഇടുമ്പോൾ അത് തീർച്ചയായിട്ടും ഇതിനകത്ത് വലിയൊരു വണ്ടേഴ്സ് ഒന്നും വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എനിക്ക് ഹ്യൂമൻ റൈറ്റ്സിൽ ഇരുന്നിട്ട് എനിക്കും പേഴ്സണലായിട്ട് അറിയാം അദ്ദേഹത്തിൻ്റെ ഇല്ലീഗലായിട്ടുള്ള ഇൻ്റർഫിയറൻസസ് എന്താണെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹം DGP ആയിട്ട് ഇവിടെ സ്റ്റേറ്റ് പോലീസ് ചീഫായിട്ടിരുന്നു. അദ്ദേഹം ഒരിക്കലും ഒരു പ്രസ്താവന പറഞ്ഞു, ഞാനിവിടെ സംസ്ഥാന പോലീസ് ചീഫായിട്ടിരുന്നുണ്ടെന്ന്. അദ്ദേഹം ജയിലിൻ്റെ മുമ്പിൽ കൂടെ ഒക്കെ പോയപ്പോൾ അദ്ദേഹത്തിന് ഇതിനു വേണ്ടി റിഫോമിന് വേണ്ടി അന്നേരം എന്ത് ചെയ്തു? 4 വർഷം ഇരുന്നാണ്. 4 വർഷം ഇരുന്നിട്ട് എന്ത് ചെയ്തു? അപ്പം ഇതൊക്കെ ചുമ്മാതെ ഇതൊരു ഐ വാഷിംഗ് ആണ്. കാര്യം ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു മാറ്റണം. ഗോവിന്ദചാമി നമ്മുടെ ജയിലിലെ റിയൽ ടൈം സിറ്റുവേഷൻ എന്താണെന്ന് ലോകത്തോട് തന്നെ വിളിച്ചു പറഞ്ഞു. ഇപ്പം മദ്യമുണ്ട്, മയക്കുമരുന്നുണ്ട്, സമ്പത്തുണ്ട്, കൈക്കൂലിയുണ്ട്, ഇതെല്ലാം പറഞ്ഞു. ഇപ്പം ഈ കമ്മിറ്റി ഇട്ടവർ വേറെ എടുത്തോട്ടും പോകണ്ട, ഗോവിന്ദചാമി എടുത്ത് പറഞ്ഞാൽ മതി ജയിലിനകത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അയാൾ എഴുതി തരും. അതിനടിയിൽ 2 ഒപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ പോലും ആൾക്കാർ ഹാസ്യമായിട്ട് പറയും. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാര്യം ഇതിനു മുമ്പ് വേറൊരു കമ്മിറ്റി, ഈ പറയുന്നില്ല ജഡ്ജി തന്നെ ഉൾപ്പെട്ട വേറൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അവർ എന്തൊക്കെ എഴുതി കൊടുത്തു. ഇതൊന്നും ശ്രീ വസന്ത് പറഞ്ഞ പോലെ ഇതൊന്നും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല. ഇതെല്ലാം ചുമ്മാതെ വെറുതെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. കാര്യം ജയിലിലെ പ്രൊട്ടക്ഷൻ വേണമെന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ചിന്തിക്കേണ്ടത് കള്ളന്മാർ പോലീസിനെക്കാളും ഷൂഡാണെന്നുള്ള ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം അവരെ നമ്മൾ മോഷ്ടിക്കുമ്പം അവരുടെ ആർത്തി കൊണ്ട്, അത്യാർത്തി കൊണ്ട്, ഗ്രീഡ് കൊണ്ട് ചെയ്യുന്നതാണ്. പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ അവർ പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിയുമ്പോഴേ അവർ നോക്കുന്നത് ഹൗ ടു എസ്കേപ്പ്. ജയിലിന് പോലീസ് സ്റ്റേഷൻ സെല്ലിന് എങ്ങനെ ചാടാം, അവിടുന്ന് അവരെ റിമാൻഡ് ചെയ്യാൻ വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ വണ്ടിക്കകത്തുനിന്ന് എങ്ങനെ ചാടി രക്ഷപ്പെടാം, പിന്നെ റിമാൻഡ് ചെയ്ത് ജയിലിലോട്ട് പോകുന്ന വഴിക്ക് അന്നേരം എങ്ങനെ ചാടാം. ജയിലിൽ ചെല്ലുമ്പോൾ ആദ്യമേ അവരൊക്കെ ഒന്ന് ഇരിക്കും. കാരണം അവർ ജയിലിലെ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ട് പതുക്കെ അവരുടെ സ്ട്രാറ്റജി അവർ വർക്ക് ചെയ്യും നല്ലതായിട്ട്. അപ്പൊ ഞാൻ നേരത്തെ ഒരു ചർച്ചയെ പറഞ്ഞു, ഈ കള്ളന്മാരെല്ലാം കൂടി ഇരുന്നിട്ട് എങ്ങനെ നിയമത്തെ വെല്ലുവിളിക്കാമെന്ന് അവർ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഭയങ്കര അതിബുദ്ധി രാക്ഷസന്മാരാരും ഇതിനെ കേർബ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ഒരു റിസർച്ച് ഇല്ല. 1969 പോലീസ് റിസർച്ച് സെന്റർ വേണമെന്ന് പോലീസ് മാനുവൽ എഴുതി വെച്ചിട്ട് നാളെ ഇതുവരെയായി പോലീസിൽ ഒരു റിസർച്ച് സെന്റർ ഇല്ല. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ തെറ്റ്. കാര്യം കുറ്റകൃത്യങ്ങൾ കേർബ് ചെയ്യണമെങ്കിൽ തലച്ചോറുള്ള എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് തലച്ചോറ്, പക്ഷെ അത് മാതൃകാപരമായി ഉപയോഗിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ, ഒരു തിങ്ക് ടാങ്ക് ഉണ്ടാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. 1-2 ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചുകൊണ്ടൊന്നും ഇതൊന്നും ഒരു കാര്യത്തിൽ ഇതിനൊന്നും റിഫോം വരാൻ പോകുന്നില്ല. കള്ളന്മാർ അവരെ കടത്തി വെട്ടിക്കൊണ്ട്, ഇല്ലൊരു സിനിമയിലെ പഴയ ഡയലോഗുണ്ട്,
പിന്നെ ഇന്നസെന്റ് പറഞ്ഞ പോലെ ഇതും ഇതിനപ്പുറവും ചാടി കിടക്കുന്നവനാണ് ഈ എം ജോസഫ് എന്ന് പറഞ്ഞ പോലെ ഈ കുറ്റവാളികളെല്ലാം ഇതിനപ്പുറം ചാടി കിടക്കും. അന്നേരം നമ്മൾ ചാടിയിട്ട് പുറകെ പോയി ഇങ്ങനെ പിടിക്കുകയും ചിലർ രക്ഷപ്പെടും, ചിലർ പോയി ആത്മഹത്യ ചെയ്യും, ചിലർ പിടിച്ച് തിരിച്ച് ജയിലിൽ കൊണ്ടുവന്ന് ഇടുകയും ഒക്കെ ചെയ്യും. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ശ്രീ VPP മുസ്തഫ കൂടി നമുക്കൊപ്പം ചേരുന്നു, CPM നേതാവ്. ശ്രീ VPP മുസ്തഫ, ഇതിപ്പോൾ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഉൾക്കൊണ്ട കാര്യമാണ്. ഇന്ന് മുഖ്യമന്ത്രിയും വളരെ ഗൗരവത്തിൽ കാണേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ വിഷയത്തെ സമീപിക്കണമെന്ന ഒരു നിർദ്ദേശം ഉദ്യോഗസ്ഥർക്കും ഇന്നത്തെ അടിയന്തര യോഗത്തിൽ നൽകിയിട്ടുണ്ട്. നല്ലത്. അതിനുശേഷം കുറച്ച് നടപടികളും എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ മറ്റ് പാനലിസ്റ്റുകൾ പറയുന്നത് എന്താണ് കണ്ണൂർ ജയിലിൽ നടക്കുന്നത് എന്ന് അറിയാവുന്ന ആളുകളാണ്, അത് മനസ്സിലാക്കിയവരാണ്, അത് അങ്ങനെ എൻഡോസ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ മുഖം രക്ഷിക്കലിന് ഇങ്ങനെ ചില നടപടികൾ എടുത്തിരിക്കുന്നത് എന്നതാണ് പറയുന്നത്. ഇപ്പൊ ഉണ്ടായ ഗോവിന്ദസ്വാമിയുടെ ഈ ജയിൽ ചാട്ടം ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ വീഴ്ചയാണ്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല, സംശയവുമില്ല. പക്ഷെ നിങ്ങൾ അവതരിപ്പിക്കാൻ ഇന്നിപ്പോ ശ്രമിക്കുന്നത് എന്താ? ഇത് കണ്ണൂർ ജയിലിൽ മാത്രം കണ്ണൂർക്കാരനായ പിണറായി വിജയന്റെ ഭരണത്തിൽ സംഭവിച്ച ഇതുവരെ നടക്കാത്ത എന്തോ ഒരു വലിയ അത്യാഹിതം എന്ന മട്ടിൽ അതിന്റെ പ്രതീതി എന്താ? കണ്ണൂര് പിണറായി വിജയൻ, കണ്ണൂർ ജയിൽ, കണ്ണൂരിലെ CPMന്റെ സാന്നിധ്യം, സ്വാധീനം, ഇത് വെച്ച് ഒരു പ്രതീതി നിർമ്മിച്ചാണ് ദൗർഭാഗ്യവശാൽ ഇന്നീ ചർച്ചയെ കൊണ്ടുപോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം നിലയിൽ ചർച്ചയെ കൊണ്ടുപോകേണ്ടി വരും? ഒരു മാധ്യമപ്രവർത്തക നിലയിൽ, ഞാൻ മറ്റേ പാനലിസ്റ്റുകളുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല, ഒരു മാധ്യമപ്രവർത്തക നിലയിൽ താങ്കൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, ഗുജറാത്തിൽ 6 വർഷം ഒരു വ്യാജ കോടതി പ്രവർത്തിച്ചു. ഇപ്പൊ റീസെന്റ്, ഒരുപാട് അന്ധകാലത്തൊന്നുമല്ല, കഴിഞ്ഞ വർഷമാണല്ലോ അത് കണ്ടുപിടിക്കപ്പെട്ടത്. 6 വർഷം ഒരാള് ജഡ്ജിയായിരുന്ന് പോലീസിനെയും പാർട്ടികളെയും ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം വിളിച്ചു വരുത്തി 6 വർഷം ഒരു വ്യാജ കോടതി നടത്തി. ആരുടെ നാടാ? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നാട്. അദ്ദേഹം 14 മുഖ്യമന്ത്രിയായിരുന്ന നാട്. ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി, സംസ്ഥാന ആഭ്യന്തരമന്ത്രിയായിരുന്ന നാട്. 6 വർഷം ഒരു വ്യാജ കോടതി. എന്തേ കണ്ടുപിടിക്കാൻ കഴിയാതിരുന്നത്? എന്തേ അങ്ങനെ ഈ 6 വർഷം ഒരു തടസ്സവുമില്ലാതെ അങ്ങനെ ഒരു വ്യാജ കോടതി പ്രവർത്തിക്കാൻ ഇടയായത്? ഉത്തർപ്രദേശിൽ മറ്റൊരു രാജ്യത്തിന്റെ വ്യാജ എംബസി പ്രവർത്തിച്ചില്ലേ? 1 ദിവസം 2 ദിവസമല്ല, മാസങ്ങൾ പ്രവർത്തിച്ചില്ലേ ഒരു വ്യാജ എംബസി? കണ്ടുപിടിക്കാൻ വേണ്ടി കഴിഞ്ഞത് എങ്ങനെയാ സംഭവിച്ചത്? അതുകൊണ്ട് ഗുജറാത്തും ഉത്തർപ്രദേശും ഒക്കെ വമ്പം മോശമാണ്. അവിടുത്തെ BJP ഭരണത്തെയും അതിന്റെ കെടുതികളെയും ഞങ്ങൾ വിമർശിക്കും. നമ്മൾ ഇങ്ങനെ കാണണ്ടേ വസ്തുതയെ? ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ജയിൽ ചാട്ടം ഉണ്ടായിട്ടില്ലേ? ഇന്നലെ ശ്രീ അലക്സാണ്ടർ ജേക്കബ്, കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരിൽ ഏറ്റവും ജെന്റിൽമാൻ ആയിട്ടുള്ള ഒരാളാണല്ലോ, അദ്ദേഹം ഒരു ചാനലിൽ ഇതുപോലെ ചർച്ചയിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവം എന്താ? അദ്ദേഹം പോലീസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കേരളത്തിലെ പോലീസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ UDF ഭരണകാലത്ത് 2013 തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നു. ഒരു സംസ്ഥാന മന്ത്രിയാണ്, അന്നത്തെ ഒരു UDF മന്ത്രിയാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരികെ പോരുമ്പോൾ ആ മന്ത്രിയുടെ ചോദ്യത്തിൽ അത് ജയിൽ മന്ത്രിയാണ് എന്ന് വരെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതെ, ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു ഔദ്യോഗിക കാറിൽ അവിടെ നിന്ന് പട്ടാപ്പകൽ ആരൊക്കെ ജയിൽ മേധാവി, ജയിൽ പോലീസ് മേധാവി, 10-30 ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം പട്ടാപ്പകൽ പരസ്യമായിട്ട് നിൽക്കെ, മന്ത്രിയോടൊപ്പം നിൽക്കെ. ആ കാറിലാണെങ്കിൽ മന്ത്രിയുടെ ഗൺമാൻ, പേഴ്സണൽ അസിസ്റ്റന്റ്, മന്ത്രി, ഡ്രൈവർ. നിങ്ങൾ നോക്കൂ, ആ കാറിൽ ഒരു ജയിൽ പുള്ളി കയറി പൂജപ്പുരയിൽ നിന്ന് സെക്രട്ടേറിയറ്റ് വരെ വന്നില്ലേ? ഇതെല്ലാം സംഭവിച്ചിട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ പൂജപ്പുര സെൻട്രൽ ജയിലും തിരുവനന്തപുരം ജില്ലയും ഒക്കെ ഒരു പ്രത്യേക ഫോക്കസിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ എന്താ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഒരു ജയിൽ ചാട്ടത്തെ ഇങ്ങനെ വല്ലാതെ ഫോക്കസ് ചെയ്ത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എന്താ കുഴപ്പം, കണ്ണൂർ ജയിലിൽ എന്താ കുഴപ്പം എന്ന ചോദ്യത്തിന് കാരണം, തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു ജയിലിൽ നിന്ന് വനിതാ ജയിലിൽ നിന്ന് 2 വനിതകൾ തടവ് ചാടിയിട്ടില്ലേ? ആട്ടംകുളങ്ങര ജയിലിൽ നിന്ന്. അവിടെ എന്താ അങ്ങനെ ഒരു ചോദ്യം? കണ്ണൂരിനെ
ജയിലിനെ കുറിച്ച് ചോദിക്കുന്നത്. അട്ടക്കുള ജയിലിൽ എന്താ കുഴപ്പം എന്നാരും ചോദിക്കാത്ത. ശരി, എന്തായാലും ഞാൻ മാതൃകാപരമായ നടപടിയല്ലേ ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് നമ്മളുടെ പാനലിലുള്ള കോൺഗ്രസ് പ്രതിനിധി ഇത് മുഖം രക്ഷിക്കൽ മാത്രമാണെന്നും മറ്റ് ആരോപണങ്ങളും ഉന്നയിച്ചത്. താങ്കൾ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം ഞാൻ അദ്ദേഹത്തോടു കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തോട്ടെ. ശ്രീ വസന്ത തെങ്ങമ്പള്ളി, ഇവിടെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇന്നലെ അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞ ഒരു സംഭവം, അദ്ദേഹം പക്ഷേ അതിനകത്ത് ആരാണ് എന്ന് പേര് തുറന്നു പറയുന്നില്ല. ആങ്കർ ആവർത്തിച്ച് ചോദിക്കുമ്പോഴാണ് അന്നത്തെ ജയിൽ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ സൂചിപ്പിക്കുന്നത്. മാത്രവുമല്ല, ഈ റിപ്പർ ജയാനന്ദൻ 2 തവണ ചാടിയതും UDF സർക്കാരിന്റെ കാലത്താണ്. അതിനു മുൻപ് ഉള്ള ജയിൽ ചാട്ടങ്ങൾ, ഏതാണ്ട് 6 ജയിൽ ചാട്ടങ്ങൾ UDF സർക്കാരിന്റെ കാലത്ത് നടന്നിട്ടുണ്ട് എന്നതാണ്. മാത്രവുമല്ല, ഇങ്ങനെ ഇത്ര പെട്ടെന്ന് പിടിക്കപ്പെട്ടിട്ടുമില്ല പ്രതികൾ ജയിൽ ചാടിയതിനു ശേഷം. അല്ല, ഈ ചർച്ചയിൽ എന്താണ് VPP എടുത്തു വരുന്ന നിലപാട്? VPP എടുത്തു വരുന്ന നിലപാട് നോക്കൂ, എന്റെ കാലിൽ മന്തുണ്ട്, പക്ഷെ നോക്കൂ അപ്പുറത്തുള്ളവരുടെ കാലിൽ ഇച്ചിരി കൂടെ വലിയ മന്താണ് കേട്ടോ എന്ന് പറയുന്നത് സ്വന്തം കാലിലെ മന്ത് മറച്ചു വെക്കാനുള്ള ഒരു 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 അഭ്യാസ പ്രകടനം എന്നതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്? അദ്ദേഹം ഗുജറാത്ത് വഴി, ഗോവ വഴി, കർണാടക വഴി, തൃശ്ശൂർ വഴി, ഏറ്റവും ഒടുക്കം അദ്ദേഹം വീണ്ടും കണ്ണൂരിൽ തന്നെ എത്തി. നല്ല കാര്യം, കണ്ണൂരെങ്കിലും തിരിച്ചെത്തിയല്ലോ. ഇപ്പൊ ഗുജറാത്തിൽ ജയിൽ ചാട്ടങ്ങൾ ഉണ്ടാകുന്നു, ഉത്തർപ്രദേശിൽ വ്യാജ കോടതി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം ശരിയാണ് എന്നാണോ VPP? അതായത് ഉത്തർപ്രദേശിൽ വ്യാജ കോടതി നടന്നു, അതുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഗുജറാത്തിൽ വ്യാജ എംബസി വഴി പലരും വിദേശത്തേക്ക് കടന്നു, അത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇവിടെ ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കണ്ടെന്നേ എന്നുള്ള നിലപാടാണോ നിങ്ങളുടേത്? നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഇപ്പോ രേണു വലിയ കാര്യമായി സൂചിപ്പിച്ചു, ഞങ്ങളുടെ സർക്കാർ ഭരിക്കുമ്പോ 6 ജയിൽ ചാട്ടങ്ങൾ, LDF ഭരിക്കുമ്പോ എത്ര എണ്ണം ഉണ്ടായി? ഞാൻ പറയട്ടെ, അപ്പൊ അദ്ദേഹം പറഞ്ഞ അട്ടക്കുളങ്ങരയിലെ അടക്കം LDF ഭരിക്കുമ്പോ 8ഓളം ജയിൽ ചാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഫോർവേഡ് നോക്കാനല്ല ഞാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ പറയുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിൽ നടന്നു വരുന്ന രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. അവിടുത്തെ രാഷ്ട്രീയ തടവുകാർക്ക് അനുഭവിച്ചു വരുന്ന സുഖ സൗകര്യങ്ങളുണ്ട്. അവിടുത്തെ രാഷ്ട്രീയ തടവുകാർ ആ സെൻട്രൽ ജയിലിനെ അവരുടെ ചൂണ്ടുവിരൽ തുമ്പിലിട്ട് അമ്മാനപാടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വെളിയിൽ വന്നിട്ടുണ്ട്. സർക്കാർ എന്ത് നിലപാട് സ്വീകരിച്ചു? 2, ഗോവിന്ദച്ചാമിയുടെ തന്നെ മൊഴിയിൽ അദ്ദേഹം പറയുന്നു നൂൽവെള്ളത്തിലായി ഏത് ഈ ജയിലിന്റെ കമ്പികൾ, സെല്ലിന്റെ കമ്പികൾ, എന്നിട്ടും കണ്ടുപിടിക്കാൻ അവിടുത്തെ ജയിൽ വാർഡന്മാർക്ക് സാധിച്ചില്ല. 7 വർഷമായി ഭരിക്കുന്ന UDF അല്ലല്ലോ. ഇനി നിങ്ങൾ പറയുമോ, VPP അടക്കമുള്ളവർ പറയുമോ ഈ ജയിലിന്റെ കമ്പി പിടിപ്പിച്ചത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്, അതുകൊണ്ട് ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ ആ സർക്കാരിലുള്ളവർ രാജിവെക്കണമെന്ന് എന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ 7 വർഷമായിട്ട് ഭരിക്കുന്നത് നിങ്ങളല്ലേ. ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനല്ലേ VPP നിങ്ങൾക്ക് ചില വോട്ട് ചെയ്തത് അല്ലേ? ഞങ്ങൾ ഭരിച്ച സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായി, അംഗീകരിക്കുന്നേ. ഞങ്ങൾ ഭരിച്ച സമയത്ത് ഒന്നിനും കൊള്ളത്തില്ലാത്ത ഭരണമായിരുന്നു, അംഗീകരിച്ചേക്കാം. പക്ഷേ ആ കൊള്ളരുതാത്ത ഭരണം തിരുത്താനാണ് ജനം നിങ്ങൾ വോട്ട് ചെയ്തത്, മറന്നുപോയി. അല്ലാതെ നിങ്ങളെ എന്നാ പിന്നെ കുറച്ചുകൂടി കൊള്ളരുതാത്ത രീതിയിൽ നിങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞാണ് വോട്ട് ചെയ്തത്, അല്ലല്ലോ. നിങ്ങൾ തിരുത്തും എന്ന് പറഞ്ഞാണ് നിങ്ങൾ വോട്ട് മേടിച്ചത്. എന്ത് തിരുത്തലാണ് നിങ്ങൾ നടത്തിയത്? ഞാൻ പറയുന്നത് ഗോവിന്ദച്ചാമിയെ സംബന്ധിച്ച് കേരളമെന്നല്ല, ഈ നിർഭയയുടെ കാര്യത്തിൽ എങ്ങനെയാണോ രാജ്യം ആ വിഷയത്തോട് പ്രതികരിച്ചത്, ആ രീതിയിൽ തന്നെ രാജ്യം ഏറ്റെടുത്തൊരു വിഷയമാണ് ഗോവിന്ദച്ചാമിയുടേത്. അങ്ങ് ആ തരത്തിൽ തന്നെ രാജ്യത്തിന്റെ പൊതുമനസാക്ഷി ഏറെ വിറങ്ങലിച്ച, ഏറെ നൊന്ത, ഏറെ ഏങ്ങലടിച്ച വിഷയമാണ് ഗോവിന്ദച്ചാമിയുടെ വിഷയം. ആ വിഷയത്തിലുള്ള ഗോവിന്ദച്ചാമിയെ പോലെയുള്ള ഒരാൾ അയാൾ ജയിൽ ചാടി പോകുമ്പോ ഏതെങ്കിലും മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ്, ഏതെങ്കിലും പൊറാട്ട് നാടകം കളിച്ച്, ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇല്ലാ കഥകൾ ചമപ്പിച്ച്, ഏതാണ് അപ്പനാരാണ് അമ്മയാരാണ് എന്നറിയാത്ത കഥ എന്ന് പറയില്ലേ നാടൻ ഭാഷയിൽ, അത്തരത്തിലുള്ള ഒരു കഥയുണ്ടാക്കി ആ കഥയുടെ അറ്റവും പാലും ഇല്ലാതെ നടുക്കഷണം മാത്രം വേവിച്ചെടുത്ത് അത് മസാല പുരട്ടി വിറ്റേക്കാം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സൈബർ ടീമിൽ മാത്രം ഓടും. ഈ അരിയാഹാരം ഉണ്ണുന്നവരുണ്ടല്ലോ, പണ്ട് VS അച്യുതാനന്ദന്റെ ഭാഷ കടമെടുത്താൽ അരിയാഹാരം ഉണ്ണുന്ന മലയാളിക്ക് അത് ദഹിക്കില്ല. VPP നോക്കൂ, നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായി. നിങ്ങളുടെ സർക്കാർ ഭരിക്കുമ്പോ നിങ്ങളുടെ ജയിൽ വകുപ്പിൽ, നിങ്ങളുടെ ജയിൽ സംവിധാനത്തിൽ ഒരു വീഴ്ച ഉണ്ടായി. അത് അംഗീകരിക്കാതെ വസന്ത്, ഈ ചർച്ച VPP തുടങ്ങുന്നത് തന്നെ വീഴ്ച എന്ത് ഉണ്ടായി എന്നത് സമ്മതിച്ചുകൊണ്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ ചർച്ചയിൽ VPP വന്നതിന് ശേഷവും മുൻപും ഒക്കെ ഞാൻ സൂചിപ്പിച്ചു. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി വീഴ്ച ഉണ്ടായതുകൊണ്ടാണല്ലോ അയാൾ ജയിൽ ചാടിപ്പോയത് എന്ന് പറഞ്ഞുകൊണ്ടാണ്
അടുത്ത കാര്യം സംസാരിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി ഈ യോഗത്തെ അഭിസംബോധന ചെയ്തപ്പോഴും ഇത് ഗൗരവതരമായ വിഷയമാണ് എന്ന് പറയുന്നത് ആ വീഴ്ച ഉൾക്കൊണ്ട് തന്നെയാണ്. ഒരു വീഴ്ച ഒരു സിസ്റ്റത്തിൽ ഉണ്ടായി എന്നിരിക്കട്ടെ, എന്താണ് അടുത്തത് ചെയ്യാൻ കഴിയുക? വീഴ്ച ഉണ്ടായി എന്ന് പറഞ്ഞ് സമ്മതിച്ച് മാറിയിരിക്കലാണോ? അല്ല. അല്ലെങ്കിൽ ഇത് വീഴ്ചയല്ല എന്ന് പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കലാണോ? അതുമല്ല ചെയ്യേണ്ടത്. തിരുത്തുക എന്നതാണല്ലോ ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ ഇന്ന് തന്നെ അടിയന്തര യോഗം ചേർന്ന് സ്വീകരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ് എന്നത് ഞാൻ താങ്കളോട് സൂചിപ്പിച്ചു. നേരത്തെയും ജയിലിൽ ചാടിയിട്ടുണ്ട്. ഇപ്പോൾ റിട്ടയർഡ് SP ഇവിടെ വളരെ വിശദമായി തന്നെ പറഞ്ഞുവല്ലോ. എങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നാലും അതിനെ എങ്ങനെ മറികടക്കണം എന്നത് ഈ തടവ് പുള്ളികൾ ആലോചിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ അത്ര ജാഗ്രത വേണ്ടുന്ന വിഷയമാണ് എന്നത് അദ്ദേഹം സൂചിപ്പിച്ചു. അപ്പോൾ അവർ എപ്പോഴായാലും ഏത് സുരക്ഷ ഒരുക്കിയാലും അത് മറികടക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. വീഴ്ച ഉണ്ടാകുമ്പോൾ നടപടി എടുക്കുക എന്നതല്ലേ ചെയ്യേണ്ടത്. അത് ഇവിടെ അടിയന്തരമായി ചെയ്തിട്ടുണ്ടോ? അതിൽ തൃപ്തിയുണ്ടോ എന്നതാണല്ലോ നമ്മുടെ ചോദ്യം. ജയിൽ പുള്ളികൾ എത്രയോ പ്രഗത്ഭരായിക്കോട്ടെ, പ്രിയപ്പെട്ട സക്രിയ ജോർജ് സാർ പറഞ്ഞതുപോലെ പോലീസിന്റെ നിലപാട് എന്താണ്? ജയിൽ പുള്ളി പ്രഗത്ഭരായ ഒരു ജയിൽ പുള്ളി വരുന്നു, അവൻ വളരെ സിസ്റ്റമാറ്റിക്കായി ജയിൽ ചാടാൻ പഠിക്കുന്നു. അങ്ങനെ പഠിക്കുമ്പോൾ എന്താ, തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ ആ വെള്ളത്തിന് മീതെ തോണി എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു വരുന്ന നയം. അങ്ങനെയാണ് സ്വീകരിക്കുകയും ചെയ്യേണ്ടത്. അല്ലാതെ ജയിൽ പുള്ളി അടിപൊളിയാണ്, അവർ ഒരുപാട് കഴിവുള്ളവരാണ്, സകലകല വല്ലഭനാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് സംവിധാനം പരാജയമാണ് എന്നുള്ളതാണ്. നോക്കൂ, ഈ സംവിധാനം സിസ്റ്റം എന്നൊക്കെ പറയുന്നത് അന്യഗ്രഹ ജീവിയാണോ? ശരി, താങ്കൾ അത് വിശദീകരിച്ചു കഴിഞ്ഞല്ലോ. ഞാൻ ശ്രീ സക്കറിയ ജോർജ് താങ്കളിലേക്ക് വരുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി VPP-യിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ VPP മുസ്തഫ, ഇപ്പോൾ വസന്ത് ഈ കാര്യത്തിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ താങ്കൾ കേട്ടുവല്ലോ. മറ്റൊന്ന്, ഇവിടെ 4 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ രജീഷ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറായ സഞ്ജയ്, അഖിൽ എന്നിവരെയും നൈറ്റ് ഓഫീസർ റിജോയെയുമാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ള നടപടി. ഇവരിൽ മാത്രം ഒതുങ്ങുന്ന വീഴ്ചയാണോ ഈ സംഭവിച്ചിട്ടുള്ളത്? ഏതാണ്ട് 6 മാസത്തെ തയ്യാറെടുപ്പ് ഈ ജയിൽ ചാടലിന് ഇയാൾക്കുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് പലതരത്തിലുള്ള, അയാൾ താടി വെട്ടുന്നില്ല, ഭക്ഷണം കുറയ്ക്കുന്നു, വണ്ണം കുറയ്ക്കുന്നു, അത് ഗ്രില്ല് അറക്കുന്നു. അപ്പോൾ ഈ 4 ഉദ്യോഗസ്ഥർ മാത്രമാണോ ഈ സസ്പെൻഷൻ നടപടി, അല്ലെങ്കിൽ ഈ സസ്പെൻഷൻ ഒരു നടപടിയുമല്ല, അപ്പോൾ ഈ നടപടികൾ നേരിടേണ്ടത് ഇവർ മാത്രമാണോ? അതിന് മുകളിൽ ആർക്കൊക്കെ ഇതിന് ഉത്തരവാദിത്തങ്ങളുണ്ട്? അതിലേക്ക് കാര്യങ്ങൾ നീങ്ങട്ടെ. മാത്രവുമല്ല, കണ്ണൂർ ജയിലുമായി ബന്ധപ്പെട്ട്, കണ്ണൂർ എന്ന് പറയുന്നത് ആവർത്തിച്ച് പറയുന്നത് കണ്ണൂരിൽ ഇത് സംഭവിച്ചത് കൊണ്ടാണ്. അതിൽ മറ്റൊന്നും കൂട്ടിക്കലർത്തണ്ട താങ്കൾ. അവിടെ ഉണ്ടാകുന്ന സുരക്ഷാ വീഴ്ചകൾ, അവിടെ ആളുകളിലേക്ക് ഫോൺ എത്തുന്നത്, ഫോണിൽ ആസൂത്രണം നടത്തി എങ്ങനെ ജയിൽ ചാടിയിട്ട് എവിടെ എത്തണം, എങ്ങനെയൊക്കെ രക്ഷപ്പെടണം എന്നുള്ള ആസൂത്രണം ഫോണിൽ തന്നെ നടത്തിയിരിക്കുന്നു എന്നാണ് അറിയുന്നത്. അപ്പോൾ ഈ ഫോൺ ഈ ജയിൽ പുള്ളികൾക്ക് ലഭ്യമാകുന്നതുമായി ബന്ധപ്പെട്ട് എത്രയെത്ര വാർത്തകൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തടയാനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. അതിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്നതിൽ അന്വേഷണം ഉണ്ടായിട്ടില്ല. അപ്പോൾ കാലാകാലങ്ങളായി വരുന്ന വീഴ്ചകളിൽ ഒന്നും ഇടപെടൽ ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഇതിനു മുകളിൽ ആരൊക്കെ എന്നത് കണ്ടെത്താനോ നടപടികൾ സ്വീകരിക്കാനോ മാർഗമുണ്ടോ എന്നത് വ്യക്തമല്ല. ഇവിടെ തീരുമോ, ഇവരെ ബലിയാടാക്കിക്കൊണ്ട് ഇവിടെ തീരുമോ എന്നൊരു ചോദ്യം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇവിടെ ഈ നിരീക്ഷണങ്ങൾക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥർക്ക് മറ്റു പല ജോലികളും ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ മാൻ പവറിന്റെ ഷോർട്ടേജ് എന്നത് അത് പോലീസിലായാലും ഇപ്പോൾ ഇതാ ഈ ജയിൽ വകുപ്പിന്റെ കാര്യത്തിലായാലും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നികത്താതെ അമിത സമ്മർദ്ദം അവർക്ക് കൊടുത്തത് കൊണ്ട് മാത്രം ഈ സിസ്റ്റം ശരിയാകുമോ? തീർച്ചയായിട്ടും ന്യായമായ സംശയങ്ങളാണ് താങ്കൾ ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ ശ്രീ വസന്ത് ഇന്നെടുക്കുന്ന സമീപനം ദൗർഭാഗ്യകരമല്ലേ? അത് വസന്തിന്റെ ഒരു കുഴപ്പമല്ല. വ്യക്തിപരമായിട്ട് വസന്ത് നമ്മളോടൊപ്പം എല്ലാം നല്ല നിലയിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്, പ്രത്യേകിച്ച് BJP നേതൃത്വത്തിൽ എടുക്കുന്ന ഒരു സമീപനം എന്താ? ഏത് അത്യാഹിതമായാൽ പോലും, അത്യാഹിതമൊക്കെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നതല്ലോ, ഒരു പ്രകൃതി ദുരന്തമായാൽ പോലും അതിൽ നിന്ന് പോലും എങ്ങനെ സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കിയെടുക്കാം, ഏത് അത്യാഹിതത്തെയും അപകടത്തെയും എങ്ങനെ ഗവൺമെന്റിനും അതിന്റെ മുന്നണിക്കുമെതിരായിട്ടുള്ള രാഷ്ട്രീയ ആയുധമാക്കാം, ഈ തലത്തിലേക്ക് പോകുന്നു. ആ സ്കൂളിലേക്ക് ദൗർഭാഗ്യവശാൽ ശ്രീ വസന്തും വീഴുകയാണ്. അത് അദ്ദേഹം എടുക്കുന്ന സമീപനം എന്താ? കണ്ണൂർ ജയിലിലെ രാഷ്ട്രീയ തടവുകാർ, പൂജപ്പുര ജയിലിൽ രാഷ്ട്രീയ തടവുകാരിന്റെ, വിയ്യൂർ ജയിലിൽ രാഷ്ട്രീയ തടവുകാരിന്റെ, കോട്ടയത്തെ ജില്ലാ ജയിലിൽ രാഷ്ട്രീയ തടവുകാരിന്റെ, എല്ലായിടത്തും രാഷ്ട്രീയ തടവുകാരുണ്ടല്ലേ? എല്ലായിടത്തും രാഷ്ട്രീയ തടവുകാർക്ക് ചിലപ്പോ നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ തടവുകാർ എന്ന് പറയുന്ന പേരും കിട്ടുന്നുണ്ടാകും. അത് കണ്ണൂര് മാത്രമേ ഉള്ളൂ എന്ന് ധരിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്താ. ഇനി കണ്ണൂരിൽ വലിയ പാർട്ടി CPM ആണ്. പക്ഷെ കണ്ണൂരിലെ രാഷ്ട്രീയ തടവുകാരിൽ മറ്റു പാർട്ടികളിൽപ്പെട്ട ആളുകളുമില്ലേ? ഇടതുപക്ഷക്കാരല്ലാത്ത ആളുകളും പല കേസില്ലേ? അപ്പൊ ഇത് മുഴുവൻ ഇങ്ങനെ കൊണ്ടുവരില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ശരിയായ രോഗം അറിഞ്ഞ് ചികിത്സിച്ച് വേണ്ടത്. അതല്ല എല്ലാറ്റിനും സർക്കാരിനെ കുറ്റപ്പെടുത്തി
എങ്ങനെയെങ്കിലും ഒരു ഇടതുപക്ഷ വിരുദ്ധ പ്രതീതി, ഒരു ഇമേജ് സൃഷ്ടിക്കലാണോ വേണ്ടത്? അതുകൊണ്ടാണ് വസന്ത് പറയുന്നത് ദൗർഭാഗ്യകരമായി പോകുന്നത്. വ്യാജ കോടതി ഉണ്ടായത് അതങ്ങ് ഗുജറാത്തിലല്ലേ? വ്യാജ എംബസി ഉണ്ടായത് അതങ്ങ് ഉത്തർപ്രദേശിലല്ലേ? വിമാന ദുരന്തം ഉണ്ടായത്, അതുപോലെ മറ്റേ രാജ്യരക്ഷാ ദുരന്തം ഉണ്ടായത്, ഭീകരവാഴ്ച ഉണ്ടായത്, സുരക്ഷാ വീഴ്ച ഉണ്ടായത് അതങ്ങ് കാശ്മീരിലല്ലേ, അഹമ്മദാബാദിലല്ലേ? നമ്മളിവിടെ നിന്നാ പോരെ? ഇവിടെ ഇത് ഇങ്ങ് കണ്ണൂരല്ലേ, അതങ്ങ് പൂജപ്പുരയല്ലേ എന്ന് ഈ പൃഥ്വിരാജിന്റെ സിനിമാ ഡയലോഗ് പോലെ ആവുന്നതിൽ സങ്കടമുണ്ട്. രണ്ട് കാലിലും മന്ത് വന്ന് വ്രണം പിടിച്ച് പൊട്ടിയൊലിക്കുകയാണ് കേരളത്തിലെ UDF. അതുകൊണ്ട് രണ്ട് കാലിലും മന്ത് പിടിച്ച് വ്രണമൊലിക്കുക. LDF ഒരു ചെറിയ കൊതുക് കടിച്ച പ്രശ്നമേ ഉള്ളൂ. അതുടനെ പരിഹരിക്കാൻ വേണ്ടി കഴിയും. അതാ വിഷയം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിൽ ആർജവത്തോടുകൂടി ഇടപെടാൻ വേണ്ടി കഴിയുന്നത്, അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കഴിയുന്നത്, വീഴ്ച തന്നെ എന്ന് തുറന്ന് സമ്മതിക്കാൻ വേണ്ടി കഴിയുന്നത്. അതിന് പിന്നെ എന്തെങ്കിലും പൊട്ടൻ ന്യായം കൊണ്ടുവരാനല്ല ശ്രമിക്കുന്നത്. ഗൗരവതരമായിട്ടുള്ള സംഗതിയായിട്ട് കാണുന്നു. അടിയന്തരമായ നടപടികളിലേക്ക് പോകുന്നു. ആ നടപടികൾ ഇന്നലെ പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവർ. പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ഒറ്റ മിനിറ്റ്, താങ്കളുടെ ചോദ്യം അതാണല്ലോ. പോലീസിന്റെ അന്വേഷണം തുടരുന്നു, ജയിൽ വകുപ്പിന്റെ വകുപ്പ് തല അന്വേഷണം തുടരുന്നു. അതിനു പുറമെയാണ് ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയുടെയും റിട്ടയർഡ് DGPയുടെയും ഒരു കമ്മീഷൻ കൂടി വരുന്നത്. ഈ അന്വേഷണങ്ങളെല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് അവിടെ സംഭവിച്ചത്, അതിൽ ഉത്തരവാദിയായ എല്ലാവരും പെടും. അതിന് സംശയമില്ലല്ലോ, എല്ലാവരും പെടും. ആരൊക്കെയുണ്ടോ അവരെല്ലാം പെടും. അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി കൃത്യമായിട്ട് പോകും. മറ്റേതൊക്കെ നമുക്കൊരു ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങളല്ലല്ലോ. ഇത് 8 മാസത്തെ റിഹേഴ്സൽ ആണോ, അല്ല 8 ദിവസത്തേതാണോ, ഉപ്പ് കൊണ്ട് നിറ്റതാണോ, ആക്സോ ബ്ലേഡ് ആണോ, ഇതൊക്കെ ഈ അന്വേഷണങ്ങളിലൂടെ കൃത്യമായ വിവരങ്ങൾ വരണത്തിന് ഇയാൾ ചപ്പാത്തി മാത്രം തിന്നിട്ട് ഇങ്ങനെ തടി കുറച്ചിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ചില ഊഹമോഹങ്ങളുടെ ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ ചില വിവരങ്ങൾ പറയുന്നതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഗോവിന്ദചാമി ഇന്ന് മൊഴി കൊടുത്തിട്ടുണ്ട് അവിടെ കഞ്ചാവ് ഉണ്ടായിരുന്നു എന്നൊക്കെ. ശാരീരികമായുള്ള അയാളുടെ മാറ്റം എന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അയാൾ താടി വളർത്തിയിട്ടുണ്ട്, അതിനൊക്കെ അനുമതി ഉണ്ടോ എന്നൊക്കെ സംബന്ധിച്ചുള്ള സംശയങ്ങളുണ്ട്. ഇനി എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഇളവ് അത് നേടിയിട്ടുണ്ടോ എന്നതൊക്കെ പുറത്തു വരേണ്ടുന്ന വിവരമാണ്. ശരി, താങ്കൾ അത് വിശദീകരിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ സക്കറിയ ജോർജിലേക്ക് വരാം. അതിനു മുൻപ് ചെറിയൊരു ഇടവേള. അതിഥികൾ ദയവായി തുടരുക. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ സക്കറിയ ജോർജ്, ഇവിടെ ഉണ്ടായിട്ടുള്ള വീഴ്ചകളുടെ ഒരു പ്രധാനപ്പെട്ട കാരണമായി മാൻ പവർ ഷോർട്ടേജ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. 5187 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാർ വേണ്ടിടത്ത് 1284 പേരാണ് ഉള്ളത്. മാത്രവുമല്ല, ഈ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരുടെ കുറച്ച് തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യവുമുണ്ട്. മറ്റൊരു കാര്യം, തടവുകാരുടെ എണ്ണം കൂടുന്നതാണ്. 7367 തടവുകാരെ പാർപ്പിക്കാനാണ് നമ്മുടെ ജയിലുകളിൽ സംവിധാനമുള്ളത്. പക്ഷേ ഇപ്പോൾ 10375 തടവുകാരെയാണ് അവിടെ പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തടവുകാരുടെ എണ്ണം കൂടുന്നു, അതിനനുസരിച്ച് തസ്തികകൾ സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ ഉള്ള തസ്തികകൾ തന്നെ പൂർണ്ണമായും നികത്താനോ കഴിയാത്ത ഒരു സാഹചര്യം. ആ മാൻ പവർ ഷോർട്ടേജ് ആണ് കണ്ണൂരിലും സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. കാരണം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടയാൾ ഒരു തടവുകാരനെയും കൊണ്ട് ആശുപത്രിയിൽ പോയിരിക്കുകയായിരുന്നു എന്ന ഒരു സാഹചര്യം അവിടെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാ കാലത്തും ഒരു പ്രശ്നമാണ്. നമ്മൾ ക്രമസമാധാന പാലനത്തിലേക്ക് വന്നാൽ അവിടെയും പോലീസുകാർക്കിടയിൽ വലിയ സമ്മർദ്ദമാണ്, ആൾക്ഷാമം, ജോലി സമ്മർദ്ദം വളരെ കൂടുതലാണ്. അതൊരു പ്രശ്നമാണ്. മാത്രവുമല്ല, അവിടെ നോക്കിയാലും കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രശ്നത്തെ നമ്മൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്? എപ്പോഴും മാൻ പവർ ഷോർട്ടേജിനെ പറ്റി ആൾക്കാർ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ അവരുടെ കമ്മിറ്റ്മെന്റിനെ പറ്റിയിട്ട് അവർ പറയുന്നില്ല. ഈ ഷോർട്ടേജ് ഉണ്ടെങ്കിലും നമുക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാറാം. നമ്മളൊരു ചെറിയ പ്രൈവറ്റ് ബസ്സിൽ കയറുക, ഡ്രൈവറുണ്ട്, കണ്ടക്ടറുണ്ട്, ചെക്കറുണ്ട്, ക്ലീനറുണ്ട്. ഇപ്പോൾ കണ്ടക്ടർക്കോ ചെക്കർക്കോ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്ന് ചാടി ഒന്ന് പുറത്തോട്ട് പോകേണ്ടി വന്നാൽ, അവരുടെ കുട്ടി വല്ല ആശുപത്രിയിലായി അങ്ങനെ പോകേണ്ടി വന്നാൽ, ഈ ഇറങ്ങിപ്പോകുന്ന ചെക്കർക്ക് പകരം കണ്ടക്ടർ ആ ജോലിയെല്ലാം ചെയ്യും. അപ്പം കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ വേറെ ഇതൊക്കെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന പോലെ ഒന്നുമില്ല. പണ്ട് മോഹൻലാൽ സിനിമയെ പറഞ്ഞ പോലെ ഒരു ജോലി കിട്ടിയിട്ട് വേണം 2 ആഴ്ച ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ. സർക്കാരിന്റെ ശമ്പളവും നികുതിക്കാരുടെ കാശും ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അക്കൗണ്ടബിലിറ്റി ഇല്ല.
അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് എന്ത് പറ്റുന്നു, അവർക്ക് എന്തും ചെയ്യാം. ഇപ്പൊ ജയിലിലെ കാര്യങ്ങളെല്ലാം ഇനി നമ്മൾ എന്തിനാ ഡിസ്കസ് ചെയ്യുന്നത് കൂടുതൽ? ഗോവിന്ദച്ചാമി എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഗോവിന്ദച്ചാമി വേണ്ടി വന്നല്ലോ അവിടുത്തെ റിയൽ ടൈം സിറ്റുവേഷൻ പുറത്തു കൊണ്ടുവരാനും കേരള ജനതയ്ക്ക് ഇത് തന്നെ ഇവിടെ ജയിലിൽ നടക്കുന്നതെന്ന് ബോധ്യപ്പെടാനുമായിട്ട്. അപ്പം തീർച്ചയായിട്ടും ഈ മാൻ പവർ അല്ല, നമുക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളവരെ വേണം. ഇപ്പം ഫോറസ്റ്റിന്റെ, ഫയർഫോഴ്സിന്റെ, എക്സൈസിന്റെ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, വെയിറ്റ് ആൻഡ് മെഷേഴ്സിന്റെ, ഇവർക്കെല്ലാം പോലീസ് അക്കാഡമിയില് അല്ലെ പോലീസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അത്യാവശ്യം പിന്നെ മസ്കട്രി ഡ്രില്ലും അവിടെ ട്രെയിനിങ് ഉണ്ട്. ജയിലുകാർ അവിടെ വരാറില്ല. ജയിലുകാരിങ്ങനെ സൂചിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് അവരെ വിട്ടേക്കുവാണ്. അവരെ ഡിസിപ്ലിൻഡ് ആക്കണം, ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കണം. അതുപോലെ ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കുന്ന പോലെ അവർക്ക് മോറൽ എംപവർമെന്റ് കൊടുക്കണം. അവരുടെ ഉത്തരവാദിത്വം എന്താണെന്നുള്ള കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തണം. എല്ലാ ജയിലിലും ജയിൽ വാർഡന്മാരുണ്ട്, നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെൽഫെയർ ഓഫീസറുണ്ട്. ഈ ജയിൽ പുള്ളികളെ റിഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കേണ്ടത് അവരുടെ ജോലിയാണ്. അതുപോലെ തന്നെ ജയിലിലെ ആക്ടിവിറ്റീസ് വാച്ച് ചെയ്തിട്ട് വേണം റിഫോർമേഷൻ കാര്യങ്ങളിലേക്ക് ഒക്കെ പോകാനായിട്ട്. അപ്പം അതൊന്നും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. പിന്നെ പരോൾ കൊടുക്കുന്നതിനകത്തൊക്കെ പാർഷ്യാലിറ്റി ഉണ്ടെന്നുള്ളത് നമ്മൾ എല്ലാ ദിവസത്തെയും പത്രം എടുത്ത് നോക്കി വായിച്ചാൽ അവിടെ ഇവിടെയൊക്കെ കാണാം. എനിക്ക് പറയാനുള്ളത്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഇവിടുത്തെ എസ്റ്റാബ്ലിഷ് ചാനലിലെല്ലാം നമ്മൾ നോക്കുമ്പോൾ 3 മുന്നണിയിലെ NDA, UPA, LDFിലെ ഓരോ പ്രതിനിധി വരും. അവരോരോ പൊളിറ്റിക്കലായിട്ട് വരും. റിയൽ ടൈം ഇഷ്യൂസ് പലപ്പോഴും അഡ്രസ് ചെയ്യപ്പെടുന്നില്ല. പലപ്പോഴും അവരവരുടെ പാർട്ടിയെ, അവരുടെ കാര്യങ്ങളെ പിന്നെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് ചർച്ച ചെയ്യപ്പെടുന്നു. നമുക്ക് വേണ്ടുന്നത് രാജ്യസ്നേഹവും പൊതു താല്പര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യാതെ പോകുന്നതാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അപജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയത്തിലാണ്, നമുക്കറിയാം മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യം നേടി തന്നിട്ട് അദ്ദേഹം ഒരു കസേരയ്ക്ക് വേണ്ടി പോയില്ല. അദ്ദേഹം ഒരു കസേരയ്ക്ക് മോഹമില്ലായിരുന്നു, അയാളുടെ മക്കൾക്കും ഇല്ല. ഇവിടെ ഇപ്പോൾ ഒരു മന്ത്രി ഉണ്ടെങ്കിൽ മന്ത്രിയുടെ മകനെ MLA ആക്കുക, പിന്നെ മന്ത്രിയാക്കുക, മരുമോനെ ആക്കുക, മരുമോളെ ആക്കുക, അങ്ങനെ ആർക്ക് എന്തെല്ലാം അധികാരം കിട്ടാമെങ്കിൽ അവരാരും ഈ രാജ്യത്തിന് വേണ്ടി കാര്യക്ഷമമായി ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. കോഹിമയിലെ അവിടെ ഈ ഇതിരിപ്പുണ്ട്, കോഹിമ ഇംഫാൽ റോഡ് സൈഡില് സെക്കൻഡ് വേൾഡ് വാറിന്റെ മെമ്മോറിയൽ സെമിട്രിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, when you go home tell them of us and say for your tomorrow we gave our today. ഈ രാജ്യത്തിന് മഹാരഥന്മാര്, സ്വാതന്ത്ര്യ സേനാനികൾ തന്നതാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ഈ കിട്ടുന്ന നല്ല അവസ്ഥയും. പക്ഷെ ഇത് ആർക്കും താല്പര്യമില്ല. ഇടയ്ക്ക് സെനഗലിലെ ഒരു പ്രസിഡന്റ് വന്നപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളുടെ മുറിയിൽ എൻ്റെ ഫോട്ടോ ഒന്നും വെക്കണ്ട, നിങ്ങളുടെ കുട്ടിയുടെ ഫോട്ടോ വെച്ച് നിങ്ങൾ ആനന്ദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ എല്ലാവരും ഉദ്യോഗസ്ഥന്മാർ മുഖ്യമന്ത്രിയുടെ അവരുടെ ഫോട്ടോ വെക്കണം എന്നാണ് സർക്കുലറൊക്കെ. കാര്യം ഇവരെ ഗ്ലോറിഫൈ ചെയ്യുവാണ്. പക്ഷെ അദ്ദേഹം വിവേകമുള്ളവനായിരുന്നു, ഭരണാധികാരി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കുട്ടികളുടെ ഫോട്ടോ വെക്കാൻ പറഞ്ഞു, നിങ്ങൾ ആനന്ദിച്ചിരിക്കുക. പിന്നെ നിങ്ങൾക്ക് എപ്പോഴേലും മോഷ്ടിക്കണം, കൈക്കൂലി വാങ്ങിക്കണം എന്ന് ചോദിക്കുന്ന നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ ഓർക്കണം. നിങ്ങളുടെ കുടുംബത്തെ ഓർത്തിട്ട് അവരെ നിങ്ങളെ വളർത്തി വിട്ടത് സത്യസന്ധമായി ജീവിക്കാനല്ലേ എന്ന് ചോദിച്ചു. ഒരു കാര്യം കൂടെ പറയണം. ഇപ്പൊ എല്ലാവരും പറഞ്ഞു, നമ്മളെ കണ്ടു ഒരു ജയിൽ പുള്ളിയായി ഇറങ്ങി വന്ന ഒരു മന്ത്രി ഇവിടെ മുന്നോക്ക കമ്മീഷൻ ചെയർമാനായി. വേറെ ഒരാള് ഹൈക്കോടതിയെ ആക്ഷേപിച്ച ആള് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി. ബീഹാറിൽ പോലും ഇല്ല. അപ്പൊ ഇവരെല്ലാവരും ഇഷ്ടമുള്ളത് ചെയ്യും അധികാരം കിട്ടി കഴിയുമ്പോൾ. ഈ ചെയ്യുന്ന ചെയ്ത്ത് ഈ ഇന്ത്യയോട്, ഈ മാതൃരാജ്യത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപരാധമാണ്. ഇത് മനസ്സിലാക്കുന്ന കുറ്റവാളികൾ അവരും ഇത് വളരെ മിടുക്കന്മാരായി ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്തു പോകുന്നു. സിസ്റ്റമിക് ഫെയിലിയർ ആണ്. ഈ സിസ്റ്റമിക് ഫെയിലിയർ കൊണ്ടുവന്നത് ഇവിടെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ ജുഡീഷ്യറിക്ക് എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്, സിറ്റിസണും ഉണ്ട്. സിറ്റിസൺ പ്രതികരിക്കാതിരിക്കുന്നു. ശരി, സമയക്കുറവുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ശ്രീ സക്കറിയ ജോർജ്, ദയവായി ക്ഷമിക്കുക. ശ്രീ വസന്ത്, ഇവിടിപ്പോ നമ്മൾ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന പോരായ്മകൾ പരിഹരിച്ചു പോവുക എന്നതാണ് ചെയ്യേണ്ടത്. ഇന്നൊരു DCC അധ്യക്ഷൻ പറഞ്ഞത് കേട്ടുവല്ലോ, തുടർഭരണം പറയുന്നുണ്ട്, BJP കയറി വരുന്നത് പറയുന്നുണ്ട്, അധപ്പതിച്ച് പോകുമെന്ന് പറയുന്നുണ്ട്. സമയം കുറവാണെങ്കിലും ഞാനത് സൂചിപ്പിച്ചതാണ്. അപ്പോൾ തിരുത്തലുകൾ ഉണ്ടാകുമ്പോൾ അതിനെ സ്വീകരിക്കുക എന്ന സമീപനം സ്വീകരിക്കേണ്ടേ? കണ്ണടച്ച് എന്തിനേയും എതിർത്താൽ അത് ജനങ്ങൾ കാണുന്ന ഒരു കാര്യമാണ് എന്നൊരു ബോധ്യം വേണ്ടേ? ഇവിടെ ഇപ്പോൾ BJP അധ്യക്ഷൻ ഇന്നിവിടെ പറഞ്ഞത് കംപ്ലീറ്റ് ഫെയിലിയർ ആണ് കേരളത്തിലെല്ലാം എന്നാണ്. അപ്പോൾ BJPയുടെ മൗത്ത് പീസായി നിങ്ങൾ മാറാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ കൂടി വേണ്ടേ? അല്ല, BJPയുടെ മൗത്ത് പീസ് ആവുന്നതും രാത്രി മസ്കറ്റ് ഹോട്ടൽ പോലുള്ള സ്റ്റാർ ഹോട്ടലുകളിൽ വണ്ടി ഇട്ടിട്ട്
ഒഫീഷ്യൽ ഡ്രസ്സിൽ അല്ലാതെ BJPക്ക് കുഴലൂത്ത് നടത്താൻ വേണ്ടി RSS വൈസ് ചീഫിനെ കാണാൻ പോകുന്നതൊന്നും ഞങ്ങളല്ല രേണു. അത് കാണാൻ പോകുന്നത് പിണറായി വിജയന്റെ പോലീസാണ്. ഈ ജയിലിൽ അടക്കമുള്ള പോലീസ് ഉണ്ടല്ലോ, ആ പോലീസുകാരുടെ മൂത്താപ്പയാണ് കാണാൻ പോയത്. അതാരാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ, ഞാൻ പ്രത്യേകം പറയണ്ട. ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഏലിയൻ ഒന്നുമല്ല, അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ആളൊന്നുമല്ല സിസ്റ്റം. ആ സിസ്റ്റം എന്ന് പറയുന്നത് പിണറായി വിജയനിൽ തുടങ്ങി ഏറ്റവും ഒടുക്കത്തെ പോലീസ് കോൺസ്റ്റബിളിൽ അവസാനിക്കുന്ന സിസ്റ്റമാണ് ആഭ്യന്തര വകുപ്പിന്റെ സിസ്റ്റം. ആ സിസ്റ്റത്തിന്റെ ഒന്നാമൻ സുപ്രീം കമാൻഡർ, പ്രൈം ലീഡർ അത് പിണറായി വിജയനാണ്. സിസ്റ്റം പരാജയമാണെങ്കിൽ ശരി, സമയക്കുറവ് കൊണ്ടാണ് ശ്രീ വസന്ത് ഞാൻ ഇടപെടുന്നത്. ശ്രീ VPP മുസ്തഫ, താങ്കളുടെ മറുപടിയോട് കൂടി നമുക്ക് അവസാനിപ്പിക്കാം. സിസ്റ്റത്തിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്തമെല്ലാം ഏറ്റെടുക്കാം. നിങ്ങൾ നോക്കൂ, പഹൽഗാം ഭീകരാക്രമണം 21 മനുഷ്യരെയല്ലേ കൊലപ്പെടുത്തിയത്, നിരപരാധികളായ മനുഷ്യരെ. ഈ കണ്ണൂർ ജയിലിലൊക്കെ ഉള്ളതിന്റെ എത്രയോ 10 മടങ്ങ് സുരക്ഷയല്ലേ കാശ്മീരിലുള്ളത്. എത്രമാത്രം സുരക്ഷാ സൈനികർ, മിലിറ്ററി, എയർഫോഴ്സ്, നേവി, അവിടുത്തെ JNK പോലീസ്, BSF, ഏതെല്ലാം സംവിധാനങ്ങൾ. എന്നിട്ട് ഒരു തടസ്സവുമില്ലാതെ പാകിസ്ഥാനിൽ ശിക്ഷണം ലഭിച്ച 4 ഭീകരവാദികൾ എല്ലാ അതിർത്തികളും എല്ലാ സുരക്ഷാ വേദികളും മറികടന്ന് പഹൽഗാമിലെത്തി 21 മനുഷ്യരെ കൊന്നിട്ട് കൂളായി നടന്നുപോയില്ലേ? ഏത് സിസ്റ്റത്തിന്റെ വീഴ്ചയാണ്? ആരാണ് അതിന്റെ ഉത്തരവാദി? അത് പരിഹരിക്കണ്ടേ? അവിടെ അത് നിന്നോ? ഇന്നലെ വാർത്ത വന്നില്ലേ, ഈ അഗ്നിവീർ എന്ന് പറഞ്ഞത് BJPയുടെ പേര് കേട്ട പദ്ധതിയാണ്. അതിന്റെ ഭാഗമായിട്ട് റിക്രൂട്ട് ചെയ്യപ്പെട്ട ഒരു പുതിയ ചെറുപ്പക്കാരൻ ഇന്നലെ അവിടുത്തെ കാശ്മീർ പാക് അതിർത്തിയിൽ ബോംബ് പൊട്ടി മരിച്ചില്ലേ? ഏത് സിസ്റ്റത്തിന്റെ തകരാറ്? ഇത്രയെല്ലാം സംവിധാനം ഏറ്റവും ആധുനികമായ സംവിധാനം ഉണ്ടായിട്ട് എന്തേ ഇത് സംഭവിച്ചത്? എന്നിട്ട് അതിൽ ഒരാളെ, ആ 4 ഭീകരവാദികളിൽ ഒരാളെ ഇത്രയും മാസമായിട്ട് 3 മാസം കഴിഞ്ഞില്ലേ പിടികൂടാൻ കഴിഞ്ഞോ? ഒരാളെ പിടികൂടാൻ കഴിഞ്ഞോ? അപ്പൊ സിസ്റ്റത്തിന്റെ തകരാറ് മാത്രമൊന്നുമല്ല, നമ്മുടെ രാജ്യത്താകെയുള്ള പ്രശ്നമാണ്. അതിനെ ആകെ കണ്ട് സമഗ്രമായി പറയുന്നതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആവർത്തിക്കുന്നു. ഇത്തരം സംഗതികളെ 4 വോട്ടിന് വേണ്ടിയിട്ടുള്ള കക്ഷി രാഷ്ട്രീയ സങ്കുചിത പ്രചരണ ഉപാധിയാക്കരുത്. നിങ്ങൾ രാഷ്ട്രീയമായിട്ട് പറ. ശരി, വ്യക്തമാണ് താങ്കളുടെ നിലപാട്. എന്തായാലും സിസ്റ്റത്തിൽ വീഴ്ചകൾ സംഭവിച്ചാൽ വരാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാകണമെന്നത് വസ്തുത. അതിനുശേഷം വീഴ്ചകൾ സംഭവിച്ചാൽ അത് തിരുത്തി മുന്നോട്ട് പോവുക എന്നതാണ് വേണ്ടത്. ഇവിടെ സർക്കാർ ചില നടപടികൾ എടുത്തിരിക്കുന്നു. അത് ആത്മാർത്ഥതയുള്ളതാകട്ടെ, നമുക്ക് കാത്തിരിക്കാം. അല്ലാത്ത പക്ഷം അതിനെ വിമർശിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം. നമസ്കാരം.